സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിന് സമ്മാനിച്ച കേരള മോഡലാണ് കുടുംബശ്രീ. ദാരിദ്ര്യം തുടച്ചു നീക്കാനും സംരംഭക രംഗത്ത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ശോഭിക്കാനും കുടുംബശ്രീ വഴിയൊരുക്കി. സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം ലക്ഷ്യമാക്കി 1998 കുടുംബശ്രീ ആരംഭിക്കുന്നത്. മലപ്പുറത്ത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആദ്യ വർഷങ്ങളിലെ പ്രധാന ലക്ഷ്യം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ മാതൃകയിൽ സമൂഹത്തിന് താഴെത്തട്ടിലുള്ള വനിതകളെ ഒരുമിച്ച് കൂട്ടാനുള്ള പദ്ധതി വൻ വിജയമായി. ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്ന് 18 വയസ്സ് പൂർത്തിയായ ഓരോ സ്ത്രീയെ വീതം ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം. ഇത്തരം 3 ലക്ഷത്തിലധികം അയൽക്കൂട്ടങ്ങളിലായി 46,16,000 കുടുംബങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. ഇതിനു മുകളിൽ ADS, CDS എന്ന മേൽഘടകങ്ങളുമുണ്ട്. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ പ്രത്യക്ഷ മാറ്റങ്ങൾ വരുത്താൻ കുടുംബശ്രീക്കായി സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായം നൽകൽ മുതൽ നിയമസഹായവും കൗൺസിലിംഗും സാംസ്കാരിക പ്രവർത്തനവുമെല്ലാമായി സമൂഹത്തിന്റെ നാനാതുറകളിൽ സജീവമായി ഇടപെടുന്നു. സർക്കാർ പദ്ധതികളുടെ ഗുണം നേരിട്ട് താഴെത്തട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളിലും കുടുംബശ്രീ ഭാഗമാകുന്നു. സ്വയം പര്യാപ്തത കൈവരിച്ച നിരവധി വനിതകളുടെ വിജയഗാഥകൾ കുടുംബശ്രീക്ക് പറയാനുണ്ട്. ന്യായവിലയ്ക്ക് ഭക്ഷണം നൽകുന്ന ജനകീയ ഹോട്ടലുകൾ കേരളമെമ്പാടും തരംഗമായി. സർക്കാർ പദ്ധതികളിലെ ഔദ്യോഗിക ഏജൻസിയായി കുടുംബശ്രീയെ കഴിഞ്ഞേ മറ്റാരുമുണ്ടായുള്ളൂ. കഴിഞ്ഞ വർഷം മുതലാണ് മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. റിസർച്ച് ഡെസ്ക് 24. താങ്ക് യു, പ്രജാലക്ഷ്മി.